മൈസാബിയാ അതിന് ഇവിടെ ചാടിച്ച ഇവിടെ ചാട്. അതോ ചാടിക്കൂടെ. നമ്മുടെ ട്രിപ്പിൻ്റെ അവസാനത്തിൽ ഞാൻ ആദ്യം വിചാരിച്ചായിരുന്നേ വീട്ടുകാരെ കൊണ്ട് ചൂരൽമല ഒന്ന് കൊണ്ടുപോയി കാണിക്കണം എന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ വൈകുന്നേരം 5 മണിയൊക്കെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഒരു നിലക്ക് നമുക്ക് എവിടേക്കും പോകാൻ പറ്റില്ലായിരുന്നു. പിന്നെ വെറുതെ സ്കൂളിൻ്റെ ആ പള്ളിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കയറി നടന്നു നോക്കിയപ്പോൾ അവിടെ പോലീസുകാരും തടയാനൊന്നുമില്ല. അപ്പോൾ ഞാനും ഫാമിലി ഇങ്ങനെ നടന്ന് ഏകദേശം ഇതിൻ്റെ ഒരു അറ്റത്തെത്തിയിട്ടുണ്ട്. ഭയങ്കര ഭയാനഘട്ട ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് വഴിയാണ് ഒഴുകി വന്നിട്ടുള്ളത് വെള്ളം. ഇതിലൂടെ ഒഴുകി ആ കാണുന്നതാണ് സ്കൂള്. അവിടെ എത്തിയിട്ടുണ്ട്. അത് കണ്ടോ, ചെറിയ വീടുകൾ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് കൂടെയാണ് നടന്നു പോകേണ്ടത്. ഇതാ ഈ വീട്ടിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. പക്ഷെ ഇത് പൊളിഞ്ഞിട്ടില്ല. അതൊക്കെ തേളി വന്നതായിരിക്കും. അവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട്. അത് പകുതിയായിട്ട് കിടക്കുകയാണ്. ഇനി അപ്പോൾ തീർക്കാൻ പറ്റില്ല. ഇനി അതിനൊരു പെർമിഷൻ ഉണ്ടാവില്ല. ഇത് കണ്ട ഈ ചെറിയ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഇവിടെ കയറി വരുമ്പോൾ സത്യം പറഞ്ഞാൽ പോലീസുകാരും ഇങ്ങോട്ട് വിടലില്ല. ഞങ്ങൾ ആ പള്ളിൻ്റെ അടിയിൽ കൂടെ ഇങ്ങോട്ട് കയറി നോക്കിയപ്പം പോലീസുകാരില്ല, തടയാൻ ആരുമില്ല. ഞങ്ങൾ ജസ്റ്റ് അവിടെ കയറി. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ എത്തിയപ്പോൾ 2 നാട്ടുകാരെ കണ്ടപ്പോൾ അവർ വീട് ഇതിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ നാട്ടുകാർക്ക് ഇതിനുള്ളിൽ വരാൻ പറ്റും. അപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും കയറ്റി വിട്ട് ഇങ്ങോട്ട് സാധാരണക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞ് ആനകൾ വരലുണ്ട്, വന്യമൃഗങ്ങൾക്ക് വരലുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സൂക്ഷിച്ച് വരിക, ഏതായാലും ഇവിടെ വന്നല്ല, ജസ്റ്റ് ഒന്ന് കണ്ടു പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അയാൾ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ട് പക്ഷേ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് തോന്നില്ല. ഇതിനൊരു ഭീകരത എത്രത്തോളം ഉണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഈ ചൂരൽമല ഇത് കാണാൻ വരുന്ന ആൾക്കാർ വേലി പാലത്തിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും കണ്ട് കേട്ടറിഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിലോട്ടുള്ള കാഴ്ച അതിഭയാനകമാണ്. നമ്മളൊരു കോറിൻ്റെ ഉള്ളിലൊക്കെ എത്തിപ്പെട്ട പോലെ ഒരുപാട് കരിങ്കല്ല് കണ്ടില്ല ഞങ്ങൾ. ഈ കരിങ്കല്ലുകളൊക്കെ എങ്ങനെ എവിടുന്ന് വന്നു എന്നുള്ളതിന് ഒരു അന്തം കുന്തില്ലാതെ അന്തിച്ച് നിൽക്കണം ഞങ്ങൾ. ഇത് കണ്ടോ, ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറി കൊണ്ടിരിക്കണം. അങ്ങോട്ട് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ മുന്നിൽ ഒരു ടീം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓല ബാക്കിൽ അങ്ങനെ പോവാണ്. അപ്പോൾ ഇത് ഇത്രത്തോളം ഞാൻ കയറി വന്നത് എന്തോ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം ഹൈറ്റിലാണ്. ഇതിൻ്റെ മുകളിൽ വരെ ആ വെള്ളം എത്തിയിട്ടുണ്ട്. കളറും ചേഞ്ച് ആയത് കണ്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ വീട് ഉണ്ടായിരുന്ന ഏരിയ ആണ് കേട്ടോ. വീടിൻ്റെ ഏതോ ഒരു തറമലപ്പോൾ നമ്മൾ കയറി നിൽക്കുന്നത്. ഇത് കണ്ടോ പടച്ചോനെ, ഏതാ കോറിയിലെ മറ്റേ കരിങ്കല്ല് വെട്ടിട്ടതുപോലെയാണ്. ഇതൊക്കെ ഒഴുകി വന്നതാണല്ലോ, പടച്ചോൻ കാക്കട്ടെ. ഇതുപോലെ അവിടെ എന്തോ ഒരു ടീ പ്ലാന്റേഷൻ കാണുന്നുണ്ട്. എവിടെ നിന്നാണ് ഇത് വന്നതെന്നുള്ളത് ഇതാ ആ സൈഡിൽ നിന്നാണ് ഒഴുകി വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ പോയതാണ് തോന്നുന്നുണ്ട്. അവിടെയൊക്കെ ഒഴുകി വന്ന അടയാളം കാണുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള ആൾക്കാർ കുറച്ച് മുകളിലുണ്ട്. ഞാൻ അവരെ കൂടെ നിന്ന് പോയോക്കട്ടെ. ചെറിയ രീതിയിൽ വെള്ളം അരുവിയിലും ചെറിയൊരു പുഴയായിരുന്നു ആദ്യം. ഈ പുഴൻ്റെ ഒരു നടുക്കൂടി ചെറിയ അരുവി പോലെ വെള്ളം ഒഴുകിക്കൊണ്ട് കേട്ടോ. അല്ലാ, ആ വീടിൻ്റെ മുകൾ ഭാഗത്ത് വരെ എത്തിയിട്ടുണ്ട് വെള്ളം. അതായത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിയിട്ടതാ, ഇതിലൂടെ ഇങ്ങനെ ഒഴുകി തിരിഞ്ഞും മറിഞ്ഞിട്ട് പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെ മുണ്ടക്കായ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ അവിടെ ആയിരിക്കും. മുണ്ടക്കായ് തകർത്തിട്ടാണ് ആദ്യം ഇങ്ങോട്ട് ഇവരെത്തി ഇതിവിടെ എത്തിയത്. എന്നിട്ട് ഇതിവിടെ നേരെ പോയിട്ട് ചൂരൽമല തകർത്തിട്ടാണ് ഈ വെള്ളം ഒഴുകിപ്പോയത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒഴുകി വരുന്ന വെള്ളപ്പാച്ചിൽ നേരെ ഇങ്ങോട്ട് അടിച്ച് കയറി ഇവിടെ നന്നായിട്ട് ഇങ്ങോട്ട് തൂത്ത് വാരിയിട്ട് ഇവിടെ ഒക്കെ വീടുണ്ടായിരുന്നതാണ് അവിടുന്ന് അവർ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ നേരെ തിരിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയി. ഇതിനൊരു കാടിനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യട്ടോ. സത്യം പറഞ്ഞാൽ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഇവിടെ കണ്ടറിയാനേ പറ്റുള്ളൂ. കണ്ടറിഞ്ഞാൽ നമുക്ക് അത് ഭീകരമാണെന്ന് മനസ്സിലാവും. മറ്റേത് നമ്മൾ ന്യൂസിൽ കാണുമ്പോൾ അത്രത്തോളം മനസ്സിലാവില്ല. പിന്നെ ഉമ്മച്ചി
അതിൻ്റെ കൂടെ വന്ന എല്ലാവരും ഇങ്ങനെ ആകെ അന്തം വിട്ടിരിക്കണം. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇതിനുള്ളിൽ കയറാൻ പറ്റുന്നു, ഇതൊക്കെ കാട്ടി കൊടുക്കാൻ പറ്റുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. യാദൃശ്ചികമായിട്ട് അവർക്ക് ഇത് കാട്ടി കൊടുക്കാൻ പറ്റി. അവരൊക്കെ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. പടച്ചോനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ, സംഭവിക്കുമല്ലോ എന്നൊക്കെ പറയാണ്ട് ഇങ്ങനെ ഇരിക്കണം.